ഫ്രണ്ട്സ്, ഇന്ത്യൻ നേവിയുടെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യൻ നേവിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഇൻസെറ്റ്, അതായത് 1/2023, അതായത് നമ്മുടെ 2024 ഫെബ്രുവരിയിൽ എക്സാം എഴുതിയവരാണ് ഈ വീഡിയോ കാണേണ്ടത് കേട്ടോ. 2024 ഫെബ്രുവരി, അതായത് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇപ്പോൾ അടുത്തിട്ടിരുന്നു നമ്മുടെ ചാനലിൽ ഇന്ത്യൻ നേവിയുടെ ട്രേഡ്സ്മാൻ മെയ്റ്റ് പോലെയുള്ള വിവിധ വേക്കൻസികളുടെ. അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു റിസൾട്ട് എന്നാണ് വരിക. അപ്പോൾ നിങ്ങൾക്കുള്ള ആൻസറാണ് റിസൾട്ട് വന്നിരിക്കുന്നു. അത് ഇന്നലെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് 27/7/2024 ആണെങ്കിൽ 26/7/2024 ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ആ സെലക്റ്റഡ് ആ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ വിശദമാക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളും ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 66.1K ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. 100Kയിലേക്ക് നിങ്ങൾ എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ലിസ്റ്റ്, നിങ്ങൾക്കൂടെ കാണാം സ്ക്രീനിൽ. ഈ പറയുന്ന എക്സാം നടന്നിരിക്കുന്നത് 3 to 5 ഫെബ്രുവരി 3 to 5 എന്ന് പറയുന്ന ഈ ഡേറ്റിൻ്റെ ഉള്ളിലാണ് 2024 എക്സാം നടന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇൻസെറ്റ് 1/2023 ഇപ്പം നമ്മൾ നിലവിലിപ്പം ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. ഇൻസെറ്റിൻ്റെ 1/2024 വിളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് കിട്ടിയിട്ടില്ലെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കാം. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ചാനലിൽ വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ വേണം ലിങ്ക് ഞാൻ സെപ്പറേറ്റ് കൊടുക്കാം, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇൻസെറ്റ് ഇതാണ് ആ വീഡിയോ. ഏകദേശം അതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ഉണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ലിസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണ് വിളിച്ചതെന്ന് വെച്ചാൽ ചാർജ്മാൻ, അതുപോലെ ചാർജ്മാൻ തന്നെ വിവിധ കാറ്റഗറിയിലുണ്ട്. അതുപോലെ തന്നെ സീനിയർ ഡ്രാഫ്റ്റ്മാൻ വിവിധ ഡിസിപ്ലിൻ ഉണ്ട്. അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ മെയ്റ്റ്, ഇങ്ങനെ വിവിധ കാറ്റഗറിയിലാണ് ഈ സിവിലിയൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വിളിച്ചിരുന്നത്. ഇൻസെറ്റ് 1/2023. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഫെബ്രുവരി 3 to 5 ഇടയിൽ 2024 ഫെബ്രുവരി മാസങ്ങളിൽ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഈ പറയുന്ന അപേക്ഷ നിങ്ങൾ കൊടുത്തവരാണെങ്കിൽ, ഇൻസെറ്റ് 1/2023 കൊടുത്തവരാണെങ്കിൽ, ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് പ്രകാരം ഒരുപാട് പേര് അപ്ലൈ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ റിസൾട്ടിൻ്റെ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോ കാറ്റഗറി വൈസ് നിങ്ങൾക്കൂടെ കാണാം. ചാർജ്മാൻ അമ്യൂണിഷൻ വർക്ക്ഷോപ്പ് നിങ്ങൾക്കൂടെ കാണാം. അതുപോലെ തന്നെ അതിൽ നിങ്ങൾ നോക്കേണ്ട നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, റോൾ നമ്പർ, നിങ്ങളുടെ നെയിം, അതുപോലെ സെലക്ഷൻ കാറ്റഗറി, നിങ്ങൾക്ക് OBCയിലാണോ കിട്ടിയിരിക്കുന്നത്, ഇനി ജനറലാണോ കിട്ടിയിരിക്കുന്നത്, അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്ത് ഏകദേശം 21 പേജ് ഉണ്ട് കേട്ടോ. അത് കംപ്ലീറ്റ് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ ഇതിൽ പറയുന്നുണ്ട്, അതുമാണ് ഞാൻ വിശദീകരിച്ചുതരാം. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും താഴത്ത് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ജനറലിന് 94 കട്ട് ഓഫ്, SCക്ക് 89, STക്ക് 93, OBCക്ക് 94. അപ്പോൾ ജനറലിനും OBCക്കൊക്കെ ഏകദേശം ഒരേ റേഞ്ച് തന്നെയാണ് കേട്ടോ കട്ട് ഓഫ് എന്നത്. 94. ദെൻ EWSന് 92. ദെൻ PWDs കാറ്റഗറിയിലുള്ളവർക്ക് 59 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ചാർജ്മാൻ ഫാക്ടറിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നോക്കാം. നിങ്ങൾ അതിൻ്റെ കട്ട് ഓഫ് കൂടെ കൊടുത്തിട്ട് 95 ജനറൽ, SC 95, ST 95, OBC 94, EWS 89, PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 73 OH കാറ്റഗറിയിൽ വരുന്നവർക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോന്നും അങ്ങനെ നോക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞോളുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. നിങ്ങളുടെ പേരുണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. എക്സാം നിങ്ങൾ ക്വാളിഫൈഡ് ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു 21ഓളം പേജുള്ളൊരു PDF ആണ്. എല്ലാ ട്രേഡ്സ്മാൻ മെയ്റ്റും എല്ലാം ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം ഒരൊറ്റ PDF-ലാണ്. സിംഗിളായുള്ള ചാർജ്മാൻ ആണെങ്കിലും ട്രേഡ്സ്മാൻ ആണെങ്കിലും ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻ ആണെങ്കിലും എല്ലാം ഇതിൽ ഒറ്റ PDF-ലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ തരാം. അത് ഞാൻ എവിടുന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത് പറയാട്ടെ വീഡിയോയുടെ അവസാനം. അപ്പോൾ നിങ്ങളിതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി ഇതിനെ പറയുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻ പാടുണ്ട് ഏറ്റവും ലാസ്റ്റ്, അതും പാടൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറയുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. അതാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിരുന്ന മെഡിക്കലി നമ്മൾ ഫിറ്റാണോ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നോക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രത്യേകമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ നമ്മൾ പോകേണ്ടതെന്നാണ്. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID-യിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റലായിട്ട് ബൈ പോസ്റ്റായിട്ടും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കോൾ ലെറ്റർ വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് പോസ്റ്റലായിട്ടും വരും എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ അപേക്ഷയിൽ കൊടുത്ത അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സിലേക്ക് നമ്മുടെ പോസ്റ്റലായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരും അല്ലെങ്കിൽ കോൾ ലെറ്റർ വരും. 2 ഓപ്ഷനാണ്, ഓറാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇമെയിൽ ഐ ഡിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അതിൽ ഇൻസ്ട്രക്ഷൻ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് പോസ്റ്റിൽ നമുക്ക് ഡിലേ ആവുകയാണെങ്കിൽ നിങ്ങൾ അത് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയിൽ എന്താണ് കോൾ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് അപ്പോൾ അതിൽ നിങ്ങൾ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ട വെന്യൂ, ഡേറ്റ്, ടൈം, കാര്യങ്ങളൊക്കെ ആ കോൾ ലെറ്ററിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ വെന്യൂലേക്ക് എവിടെയാണോ നിങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പോകണം. ആ ഡേറ്റിൽ അവിടെ ഒരു 2 ദിവസം, ഇവിടെ പറയുന്നത് 1 or 2 days നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് 2-3 ദിവസം നമുക്ക് എടുക്കും. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ അവിടെ നമ്മുടെ സ്വന്തം ചിലവിൽ നമ്മൾ താമസിക്കാനുള്ള രീതിയിലായിരിക്കണം അവിടെ പോകേണ്ടത് കേട്ടോ. പെട്ടെന്ന് പോയി വരാനുള്ള ആ രീതിയിൽ നിങ്ങൾ പോകരുത്, തയ്യാറെടുത്ത് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളിതിൽ പേരുണ്ടോ എന്നാണ് നോക്കേണ്ടത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എന്താണ് സെലക്ഷൻ്റെ ആ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ എക്സാം ക്വാളിഫൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൽ വന്ന് വിചാരിച്ച് നമുക്ക് ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഓൺലൈനിൽ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിലൊക്കെ റിജക്റ്റ് ആയി പോകും അല്ലെങ്കിൽ. അപ്പം കറക്റ്റ് നമ്മൾ എന്തൊക്കെയാണോ അവകാശപ്പെട്ടത് ഓൺലൈൻ ഡേറ്റിൽ ഓൺലൈൻ അപേക്ഷയിൽ, അപ്പം ആ ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നമ്മുടെ വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് ഒറിജിനലും അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റും ഒക്കെ നിങ്ങൾ എടുത്ത് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് അത് മാറ്റുന്നില്ല, നമ്മൾ ജസ്റ്റ് അങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എപ്പോഴും നമ്മൾ ഓരോ പേര് മാറ്റി നിങ്ങൾക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ അപ്ലൈ നൗ എന്നുള്ള ലിങ്കാണ്, അപ്ലൈ നൗ എന്നുള്ളൊരു ഇത് കൊടുക്കും, അതിലാണ് ലിങ്ക് കൊടുക്കാറ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഈ പേജിലേക്കായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് നിങ്ങൾക്ക് ഈ പറയുന്നതാ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. PDF നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കിട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പേരുണ്ടോ നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും എഴുതിയെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, നിങ്ങളെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്